കണ്ണകി ചരിതം പാടുന്ന തൊറ്റമ്പാട്ടാണ് ഈ പണ്ടാരടുപ്പ് ഒരുക്കങ്ങൾ ഈ തീ പകരുന്നതിന് തൊട്ട് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത്. വർഷങ്ങളായി ഇത് വാമൊഴിയായി തന്നെ പകർന്നു കിട്ടിയ മധു ആശാനാണ് എന്നൊപ്പം ഉള്ളത്. വാമൊഴിയായി കിട്ടിയതാണ്. വാമൊഴി ഇത് പാടിക്കുന്നതിൻ്റെ അച്ഛൻ്റെ തലമുറയാണ്. കൊച്ചനാശൻ ഗോവിന്ദനാശൻ്റെ മരണശേഷം ക്ഷേത്ര ട്രസ്റ്റ് ദേവിയുടെ ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനെ മധുവിന് ഉത്തരവാദിത്തം തരുകയും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ക്ഷേത്രത്തിൽ ഉത്സവം 41 ദിവസം വ്രതം എടുത്താണ് കയറുന്നത്. ഒന്നാം ഉത്സവം നമ്മൾ ദേവിയെ കൊടുങ്ങല്ലൂർ പാടി ശ്രീകോലിനകത്ത് ഉടവാളിൽ കാപ്പ് കെട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും. 3-ാം ദിവസം നമ്മൾ ദേവിയുടെ തൃക്കല്യാണം, അത് മാലപ്പുറം പാട്ടാണ്. അത് വെളുപ്പിലെ 3 മണിക്കാണ് ആചരണം നടക്കുന്നത്. അത് കഴിഞ്ഞ് 6-ൻ്റെ അന്ന് രാത്രി നമ്മൾ ദേവിയുടെ ഭർത്താവിനെ കൊന്ന് 7-ൻ്റെ അന്ന് രാവിലെ ദേവിയുടെ ഭർത്താവിന് ദേവി 7 മണിക്ക് തോറ്റ് 7:30 ക്ഷേത്രം തുറക്കുള്ളൂ ദുഃഖസൂചകമായിട്ട്. 9-ൻ്റെ നിന്ന് ദേവിയുടെ ഭർത്താവിനെ ചതിച്ചതിൻ്റെ പ്രതി ദേവി പാണ്ഡ്യരാജാവിനെ വധിച്ചുകൊണ്ട് പണ്ടാരടുത്ത് എത്തിക്കും. ഇന്ന് പ്രത്യേകിച്ച് പാടുന്നത് പാണ്ഡ്യരാജാവിൻ്റെ വധവും തുടർന്നുള്ള പാട്ട്. പാണ്ഡ്യരാജാവിൻ്റെ വധം കഴിഞ്ഞാണ് പണ്ടാരടുത്ത് എത്തിയത്. അത് 10-ൻ്റെ നമ്മൾ ദേവി അതുപോലെ പാടി ഉടവാളിൽ നിന്ന് കാപ്പഴിച്ച് കുടികളെ കൊടുങ്ങല്ലൂർ ദേവി സങ്കല്പിച്ചങ്ങാക്കും. പാരമ്പര്യമായി എൻ്റെ അച്ഛൻ പാടിക്കുന്നത് 1 ആറ്റിൽ ദേവീക്ഷേത്രം, 2 കുഞ്ചറുള്ള ദേവീക്ഷേത്രം, 3 മുക്കോലയ്ക്കൽ ദേവീക്ഷേത്രം, 4 പഴഞ്ചിറ ദേവീക്ഷേത്രം, പിന്നെ കൊട്ടാരക്കര പുത്തൂർ ക്ഷേത്രമുണ്ട്. ഈ കണ്ണകി ചരിത്രത്തിൽ ഇന്ന് പാടുന്ന ഒരു പ്രസക്ത ഭാഗമുണ്ടോ, പ്രത്യേക ഭാഗമുണ്ടോ? പ്രത്യേക ഭാഗമാണ് പാണ്ഡ്യരാജാവിൻ്റെ ഭാഗമാണ് നടക്കുന്നത്. പാണ്ഡ്യരാജാവിനെ വധിച്ചുകൊണ്ടാണ് പണ്ടാരടുപ്പിൽ തീർത്തിയത്. അതാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ്. അതാണ് തോറ്റമ്പാട്ടിന് പിന്നാലെയാണല്ലോ വൈകിട്ട് നടക്കുന്ന ആ ബാലന്മാരല്ല ഇതിൻ്റെ കൂടത്തുള്ള തന്നെ കുത്തിയോട്ടം ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇതേ ചരിതം തന്നെയാണ് കുത്തിയോട്ടവും. ഇതേ ചരിതം ദേവിയുടെ ബാലന്മാരല്ലേ, അപ്പോൾ അത് ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇത് പാണ്ഡ്യരാജാവിനെ വധിച്ചതിന് ശേഷമുള്ള ദേവിയുടെ രൂപവും രാജാവിനെ വധിച്ചാണ് പണ്ടാരടുപ്പിൽ തീർത്തിയുന്നത്. അത് ഭക്തന്മാരുടെ സന്തോഷം ആഘോഷിക്കും. അതിനോടനുബന്ധിച്ചാണ് ദേവിയുടെ പുറത്തിറങ്ങി കുത്തിയോട്ടം ചൂരിലൂത്തി പോകുന്നതല്ല.